Hi students, welcome to our new class. In the class we will discuss ചെയ്യാൻ പോകുന്നത് expenses incurred on tenants, amenities and additional facilities. അതായത് നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്ന ആ ഒരു ബിൽഡിങ്ങിൽ താമസിക്കുന്ന ആളുകളുടെ സൗകര്യങ്ങൾ കൂട്ടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും എക്സ്പെൻസ് ഇൻകർ ചെയ്യുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. If the landlord incurs additional amounts for providing additional amenities to the tenant, such as lift maintenance, lighting of stairs, gardening, special water facilities, such additional expenses can be deducted from rent received to compute gross annual value. ഇവിടെ ലാൻഡ് ലോഡ് എന്ന് പറയുന്നത് ഉടമസ്ഥൻ അല്ലെങ്കിൽ അതിൻ്റെ ഓണർ, അവർക്ക് എന്തെങ്കിലും ഒരു അഡീഷണൽ എമൗണ്ട് അവിടെ താമസിക്കുന്ന വ്യക്തികളുടെ അമ്യൂണിറ്റീസ് അല്ലെങ്കിൽ ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ വരുന്ന ആ ഒരു എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം, ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ് എന്താണോ അതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവും. മിസ്റ്റർ ജോസഫ് ലെറ്റ് ഔട്ട് എ ഹൗസ് ഓൺ ആനുവൽ റെന്റ് ഓഫ് ₹90,000. ജോസഫ് അവരുടെ ഒരു ഹൗസ് ലെറ്റ് ഔട്ട് ചെയ്തിരിക്കുന്ന ഒരു വർഷത്തെ വാടക 90,000 ആണ് വരുന്നത്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 84,000 ആണ് അവർ ഫിക്സ് ചെയ്തിരിക്കുന്ന വാല്യൂ, കോർപ്പറേഷൻ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ടാക്സ് കൊടുക്കുന്നത് 10,000 ആണ്. ലാൻഡ് ലോഡ് ബെയേഴ്സ് ദ ഫോളോയിങ് എക്സ്പെൻസസ് ഓൺ ടെനൻസ് അമ്യൂണിറ്റീസ് അണ്ടർ ആൻ എഗ്രിമെന്റ്. എഗ്രിമെന്റ് പ്രകാരം താഴെ പറയുന്ന സൗകര്യങ്ങൾ ആര് ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, ലാൻഡ് ലോഡ് ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് കൊടുക്കുന്ന സൗകര്യങ്ങൾ വാട്ടർ ചാർജസ് 1,600 രൂപ, ലിഫ്റ്റ് മെയിൻ്റനൻസ് 1000, ലൈറ്റിംഗ് ഓഫ് സ്റ്റെയേഴ്സ് 3,000, ഗാർഡനേഴ്സ് സാലറി 1,400. നമ്മളോട് ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മൊത്തത്തിൽ ആ ഒരു ടെനൻറ്റിന് വേണ്ടി എത്ര രൂപ ചിലവാക്കുന്നുണ്ട്. ഇവിടെ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 7,000 റുപ്പീസാണ് അവരുടെ ഫെസിലിറ്റീസിന് വേണ്ടിയിട്ട് ലാൻഡ് ലോഡ് ചിലവാക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു അഡീഷണൽ എക്സ്പെൻസ് വരുമ്പം അത് ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ് എന്താണോ അതിൽ നിന്ന് ലെസ് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കേസിൽ ഇതിൻ്റെ ഒരു ആനുവൽ വാല്യൂവിൻ്റെ കമ്പ്യൂട്ടേഷൻ എന്ന് നോക്കാം. ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ്, നമ്മുടെ ക്വസ്റ്റ്യനിൽ ആക്ച്വൽ റെൻറ്റ് റിസീവ് ചെയ്യുന്നത് എത്രയാണ്, 90,000 ആണ് ഒരു വർഷത്തേക്ക് നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ ആ 90,000-ൽ നിന്ന് ഇങ്ങനെ എക്സ്പെൻസ് ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ എക്സ്പെൻസ് എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 90,000 മൈനസ് 7,000, അപ്പോൾ 84,000 ആണ് ഇവിടെ ഗ്രോസ് ആനുവൽ വാല്യൂ വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ 84,000 വന്നതെന്നുള്ളത് കണക്കാക്കാം. ഒരു വർഷത്തിൽ നമുക്ക് വരുന്നത് 83,000 ആണോ 84,000 വിച്ച് എവർ ഈസ് ഹൈ എന്നാണ് പറയുന്നത്. അപ്പോൾ റിസീവ് ചെയ്യുന്ന 90,000-ൽ നിന്ന് ഇത് 7,000 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയാണ്, 83,000 ആണ്. ആ 83,000-ഉം നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോർപ്പറേഷനിൽ കൊടുക്കുന്ന ആ ഒരു ഫെയർ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്, 84,000 ആണ്. അപ്പോൾ 83,000 ആയിരിക്കുന്ന ആ റെൻ്റ് ആണോ അതോ 84,000 ആണോ, ഏതാണോ കൂടുതൽ അതാണ് നമ്മൾ എടുക്കാറുള്ളത്. അപ്പോൾ ഇവിടെ കൂടുതൽ ഏതാണ്, 84,000 ആണ്. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് എത്ര എടുക്കാം, 84,000 എടുക്കുക. അതിൽ നിന്ന് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ മുനിസിപ്പൽ ടാക്സ് നമ്മൾ ലെസ് ചെയ്യുന്നു. 10,000 ആണ് ടാക്സ് കൊടുക്കുന്നത്. ആ ഒരു ടാക്സ് ഇവിടുന്ന് ലെസ് ചെയ്ത് കാണിക്കുക. അപ്പോൾ 74,000 ആണ് ഇതിൻ്റെ ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. ഇതാണ് ഏതെങ്കിലും തരത്തിൽ ഒരു അമ്യൂണിറ്റീസ് ഓണർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ട വിധം എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ടോപ്പിക്കാണ് വേക്കൻസി എന്ന് പറയുന്നത്. അതായത് ചില സമയത്ത് നമ്മൾ വീട് വാടകയ്ക്ക് കൊടുത്താൽ അവിടെ ചിലപ്പം ഒരു വർഷം മുഴുവനും വേക്കൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ പകുതി വർഷം മാത്രം ആൾ താമസിച്ച് ബാക്കി പകുതി ആൾ താമസിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ അവിടെ ഉണ്ടാവാം. അതിനാണ് വേക്കൻസി എന്ന്, ഒഴിവുകൾ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു കേസ് എന്ന് പറയുന്നത് ഹൗസ് റിമെയിൻസ് വേക്കൻറ്റ് ഫോർ എ ഫുൾ ഇയർ. ഒരു വർഷം മൊത്തം വീട് അല്ലെങ്കിൽ ആ ഒരു ബിൽഡിങ് വേക്കൻ്റ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ അത്തരത്തിൽ ഒരു ബിൽഡിങ്ങിനുള്ള ഗ്രോസ് ആനുവൽ വാല്യൂ എപ്പോഴും നില്ലായിരിക്കും. കാരണം നമ്മൾ കണക്കാക്കുന്നത് പ്രീവിയസ് ഇയറിൽ എന്ത് ഇൻകം വന്നു എന്നുള്ളതാണല്ലോ ഇവിടെ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വർഷം മൊത്തം നമ്മുടെ ഹൗസ് വേക്കൻ്റ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല, ഗ്രോസ് ആനുവൽ വാല്യൂ അവിടെ ഉണ്ടാവില്ല. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്
ചിലപ്പം പകുതി വർഷം വരേക്ക് എന്തുണ്ടാവാം, 6 മാസമൊക്കെ ആൾ താമസം ഉണ്ടാവാം, ബാക്കി 6 മാസം എന്തുണ്ടാവില്ല, താമസം ഉണ്ടാവില്ല. അങ്ങനെ വരുന്ന സമയത്ത് ആക്ച്വൽ റെന്റ് ഫോർ ലെറ്റ് ഔട്ട് പീരീഡ്, ആ ഒരു ലെറ്റ് ഔട്ട് പീരീഡിലത്തെ ആക്ച്വൽ റെന്റ് എക്സ്പെക്റ്റഡ് റെന്റിനേക്കാൾ കൂടുതലാണെങ്കിൽ ആ ആക്ച്വൽ റെന്റ് തന്നെയായിരിക്കും അതിൻ്റെ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. നമ്മൾ ലെറ്റ് ഔട്ട് ചെയ്ത പീരീഡിൽ ആക്ച്വൽ റെന്റ് എക്സ്പെക്റ്റഡ് റെന്റിനേക്കാൾ അധികമാണെങ്കിൽ അവിടുത്തെ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് ആക്ച്വൽ റെന്റ് തന്നെ ആയിരിക്കും. ഇനി അതിനേക്കാൾ കുറവാണെങ്കിൽ അവിടെ എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. ആക്ച്വൽ റെന്റ് ഫോർ ലെറ്റ് ഔട്ട് പീരീഡിൽ എക്സ്പെക്റ്റഡ് റെന്റിനേക്കാൾ കുറവാണെങ്കിൽ അവിടെയും ആക്ച്വൽ റെന്റ് തന്നെയാണ് ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് തന്നിരിക്കുന്നതിൽ ആനുവൽ വാല്യൂ ഡിറ്റർമിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മുനിസിപ്പൽ വാല്യൂ 40,000 തന്നിട്ടുണ്ട്. ഫെയർ റെന്റൽ വാല്യൂ 42,000. മന്ത്ലി റെന്റ് വരുന്നത് ഒരു മാസം 4,000 രൂപയാണ്. ഒരൊറ്റ മാസം എന്തില്ല, നമുക്ക് റെന്റ് കിട്ടിയിട്ടില്ല. കാരണം ഒരു മാസം അത് വേക്കൻ്റ് ആയിട്ട് കിടന്നിട്ടുണ്ട്. മുനിസിപ്പൽ ടാക്സ് ടെനൻ്റ് ആണ് കൊടുക്കുന്നത്, ശ്രദ്ധിക്കുക. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ടെനൻ്റ് കൊടുക്കുന്നതിനല്ല പ്രാധാന്യമുള്ളത്, ആക്ച്വലി ലാൻഡ് ലോഡ് കൊടുക്കുമ്പോഴാണ് അത് ലെസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നിരുന്ന് ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് മുനിസിപ്പൽ വാല്യൂ ഫെയർ റെന്റൽ വാല്യൂ ഏതാണോ കൂടുതൽ അത് എടുക്കുക. അപ്പോൾ ഇവിടെ 42,000 ആണ്. 42,000 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്റ്റാൻഡേർഡ് റെന്റ് ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് നമ്മൾ കമ്പയർ ചെയ്യുന്ന ആക്ച്വൽ റെന്റ് ആയിട്ടാണ്. ആക്ച്വൽ റെന്റ് എന്ന് പറയുമ്പം ഇവിടെ നമുക്ക് 1 മന്ത് വേക്കൻ്റ് ആണ്. അപ്പോൾ 12 മാസത്തിൽ 11 മാസം വരെ റെന്റ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ 4 × 11 മാസം പറയുമ്പോൾ 44,000 രൂപയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവ തമ്മിൽ കമ്പയർ ചെയ്യുമ്പം ഹയസ്റ്റ് ഏതാ, 42ഉം ആക്ച്വൽ റെന്റ് 44 ആണ്. ഇതിൽ ഏതാണ് നമ്മൾ എപ്പോഴും എടുക്കുക, ഹയർ ഏതാണോ അതാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അതിനെയാണ് നമ്മുടെ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് ഏതായിരിക്കും, 44,000 ആണ്. ആക്ച്വലി നമുക്ക് എന്താണോ റെന്റ് കിട്ടിയത് ആ എമൗണ്ട് ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അതിൽ നിന്ന് നമുക്ക് മുനിസിപ്പൽ ടാക്സ് ലെസ് ചെയ്യണം. പക്ഷെ ഇവിടെ ആരാണ് ആ ടാക്സ് കൊടുക്കുന്നത്, ടെനന്റ് തന്നെയാണ് ടാക്സ് പേ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. സോ ഇവിടുത്തെ ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് തന്നെയാണ് 44,000 തന്നെയാണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു പ്രോബ്ലം വരുന്നത്. നമ്മൾ നോക്കുന്ന സമയത്ത് ആ ഒരു കമ്പാരിസൺ തന്നെ നോക്കുക. അതിൽ ഏറ്റവും ലാസ്റ്റ് വരുന്നത് റെന്റ് തന്നെയാണ് കൂടുതലെന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും അതിൻ്റെ ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ അലക്സ് ഓൺസ് എ ഹൗസ്, കമ്പ്യൂട്ട് ഇറ്റ്സ് ആനുവൽ വാല്യൂ. മുനിസിപ്പൽ വാല്യൂ 56,000, ഫെയർ റെന്റൽ വാല്യൂ 54,000, സ്റ്റാൻഡേർഡ് റെന്റ് 60,000, മന്ത്ലി റെന്റ് 5,000, വേക്കൻസി 3 months, അതായത് 9 മാസത്തോളം നമുക്ക് റെന്റ് കിട്ടിയിട്ടുള്ളൂ. 3 മാസം എന്തായിരുന്നു, വേക്കൻ്റ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. മുനിസിപ്പൽ ടാക്സ് 5,600. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം മുനിസിപ്പൽ വാല്യൂ ഫെയർ റെന്റൽ വാല്യൂ കമ്പയർ ചെയ്യാം. ഇതിൽ ഏറ്റവും ഹയസ്റ്റ് എടുക്കുക. അപ്പോൾ ഇത് ഏതാ വരുന്നത്, 56,000 ആണ് ഹയസ്റ്റ് വരുന്നത്. ഇനി നമ്മൾ ഏത് തമ്മിലാണ് കമ്പയർ ചെയ്യുക, 56,000ഉം നമ്മുടെ സ്റ്റാൻഡേർഡ് റെന്റും തമ്മിൽ കമ്പയർ ചെയ്യുമ്പം ഏതാണ് സ്റ്റാൻഡേർഡ് റെന്റിനേക്കാൾ കൂടരുത്. അപ്പോൾ കുറഞ്ഞാൽ ആ എമൗണ്ട് ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ വീണ്ടും ഏതാ എടുക്കുക, 56,000. ആദ്യം ഇവ തമ്മിൽ കമ്പയർ ചെയ്യുന്നു, ഹയസ്റ്റ് എടുക്കുന്നു. അതും സ്റ്റാൻഡേർഡ് റെന്റും കൂടി കമ്പയർ ചെയ്യുന്നു. അതിൻ്റെ ഹയസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് റെന്റിനേക്കാൾ കൂടുകയാണെങ്കിൽ റെന്റ് എടുക്കുക. ഇവിടെ കുറഞ്ഞിട്ടായതുകൊണ്ട് ഇത് എടുക്കാം. ഓക്കെ, മന്ത്ലി റെന്റ് എത്ര, 5,000 ആണ്. അപ്പോൾ എത്ര മാസത്തിൽ നമുക്ക് വേണം, ഇവിടെ 5,000 × 9 മാസം, അപ്പോൾ 45,000. അപ്പം നമുക്ക് കമ്പയർ ചെയ്യാൻ കിട്ടുന്ന ഏതാണ്, 56,000 45,000 ഏതാണ് കൂടുതൽ, 56,000 ആണ്. പിന്നെ വേക്കൻസി ആയി കിടന്ന 3 months മുനിസിപ്പൽ ടാക്സും ആണ്. ടാക്സ് 5,600 ആണ്. അപ്പോൾ ഇവിടുത്തെ ഒരു കേസിലെന്ന് പറയുമ്പോൾ നമ്മൾ ഈ കമ്പാരിസൺ നടത്തി ഹയസ്റ്റ് ഇവിടെ എടുത്തു, സ്റ്റാൻഡേർഡ് റെന്റും ഇതും കൂടി കമ്പയർ ചെയ്തപ്പോൾ 56 വീണ്ടും എടുത്തു. ഇനി നമുക്ക് 5 × 9 മാസം 45,000 ആണ് വരുന്നത്. അപ്പോൾ 56,000 ഉണ്ട്, 45,000 ഉണ്ട്. ഇതിൽ നമ്മൾ ഹയസ്റ്റ് ആണ് എടുക്കാറുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഓപ്ഷൻ ഒന്നുകൂടി ക്ലാരിറ്റി വരുത്തുക. ഇതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. ആദ്യത്തെ ഓപ്ഷനിൽ നമുക്ക് ക്ലിയർ ആയിരുന്നു, ആക്ച്വൽ റെന്റ് ലെറ്റ് ഔട്ട് പീരീഡിലുള്ളത് എക്സ്പെക്റ്റഡ് റെന്റിനേക്കാൾ കൂടുതലാണെങ്കിൽ ഗ്രോസ് വാല്യൂ എന്ന് പറയുന്നത് ആക്ച്വൽ റെന്റ് തന്നെയാണെന്ന് പറഞ്ഞു. ഇവിടെ രണ്ടാമത്തെ കേസ് ശ്രദ്ധിക്കേണ്ടത്,
ആക്ച്വൽ റെൻ്റ് ലെറ്റ് ഔട്ട് പീരീഡിൽ എക്സ്പെക്റ്റഡ് റെൻറ്റിനേക്കാൾ അങ്ങനെ ഒരു വേക്കൻസി വന്നതുകൊണ്ട് കുറയുകയാണെങ്കിൽ അവിടെ ആക്ച്വൽ റെൻ്റ് തന്നെയാണ് ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത്. നമ്മൾ ലെറ്റ് ഔട്ട് ചെയ്തു, പക്ഷേ നമ്മുടെ എക്സ്പെക്റ്റഡ് റെൻ്റ് എന്തായിരുന്നോ അതിനേക്കാൾ കുറവാണ് ആക്ച്വൽ റെൻ്റ് റിസീവ് ചെയ്തത്. കാരണം എന്തുകൊണ്ടാണ്? അവിടെ വേക്കൻ്റ് ആയിട്ട് കിടന്നു. അങ്ങനെ ഒരുപാട് വേക്കൻസി വരുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അതിലൂടെ ഒരു ലോസ് സംഭവിക്കുകയാണെങ്കിൽ അവിടെ കിട്ടുന്ന ആക്ച്വൽ റെൻ്റ് തന്നെയാണ് അതിൻ്റെ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ശരിക്കും ആ ഒരു നഷ്ടം ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പ്രകാരം. കാരണം നമുക്ക് 9 മാസമാണ് കിട്ടുന്നത്. അപ്പം 45,000 രൂപയാണ് റെൻറ്റ് കിട്ടുന്നത്. ആക്ച്വലി കിട്ടേണ്ടത് എത്രയായിരുന്നു? 60,000 ആയിരുന്നു കിട്ടേണ്ടിയിരുന്നത്. ആ 60 കിട്ടേണ്ടിടത്താണ് നമുക്ക് 45 കുറഞ്ഞത്. അപ്പോൾ അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ, അപ്പോൾ ഈ 56 വരെ നമുക്ക് എടുക്കായിരുന്നു. പക്ഷേ ഇവിടെ ആ ഒരു 3 മന്ത്സ് വേക്കൻ്റ് ആയത് കൊണ്ട് മാത്രം എന്ത് സംഭവിച്ചു? അവിടെ നമുക്ക് അത്രയും കുറവ് അവിടെ സംഭവിച്ചു. അപ്പോൾ ഇങ്ങനെ വരുന്നൊരു കേസിൽ ഇവിടെ മന്ത്ലി റെൻ്റ് എന്താണ്? 5,000 ഇൻറ്റു 9 മാസം. അപ്പം 45,000 തന്നെയാണ് നമുക്ക് എന്തായിട്ട് എടുക്കാൻ പറ്റുള്ളൂ? ഇവിടെ ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ കമ്പ്യൂട്ടേഷൻ പറയുന്നുണ്ട് ആനുവൽ വാല്യൂൻ്റെ. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞ അതേ കാര്യമാണ്. 56 ഉണ്ട്, 45 ഉണ്ട്. ഈ കേസിൽ കാരണം 3 മാസത്തോളം വേക്കൻസി വന്നതുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ എമൗണ്ട് എക്സ്പെക്റ്റഡ് റെൻറ്റിനേക്കാൾ കുറഞ്ഞത് കൊണ്ട് എന്താണ് നമ്മൾ എടുക്കുന്നത്? ആക്ച്വൽ റെൻ്റ് എന്താണോ റിസീവ് ചെയ്ത് അതിനെയാണ് ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് എടുക്കുന്നത്. ഇനി അതിൽ നിന്ന് നമുക്ക് മുനിസിപ്പൽ ടാക്സ് തന്നിരിക്കുന്ന ലെസ് ചെയ്യാം. അത് കുറച്ചാൽ ബാലൻസ് വരുന്നതാണ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് 39,400 രൂപ. അപ്പോൾ ഇവിടെ അതാ കൃത്യമായി പറയുന്നുണ്ട് ആക്ച്വൽ റെൻ്റ് ഓൺ അക്കൗണ്ട് ഓഫ് വാക്കൻസി ഈസ് ഗ്രോസ് ആനുവൽ വാല്യൂ. ഈ ഒരു കേസിൽ ആക്ച്വൽ റെൻ്റ് ആണ്. കാരണം അത്രയും വാക്കൻസി അവിടെ വന്നതുകൊണ്ട് ഇവിടെ ആക്ച്വൽ റെൻറ്റിനെ തന്നെയാണ് ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ എടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും നമ്മൾ നോക്കിയ 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, അവിടെ ടെനൻറ്റിന് വല്ല അമ്യൂണിറ്റീസ് അല്ലെങ്കിൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആക്ച്വൽ റെൻ്റ് റിസീവ് ചെയ്യുന്നതിൽ നിന്ന് അതുകൂടി ഡിഡക്റ്റ് ചെയ്യേണ്ടതാണ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റിൽ വേക്കൻസിയെ കുറിച്ചാണ്. ഒരു വർഷം മുഴുവനായിട്ടും ലെറ്റ് ഔട്ട് ചെയ്തൊരു പ്രോപ്പർട്ടി ഒന്നും ആൾതാമസം ഇല്ലാതെ ഇരിക്കുകയാണെങ്കിൽ ആ ഒരു കേസിൽ ഗ്രോസ് ആനുവൽ വാല്യൂ നില്ലായിരിക്കും. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് പറയാനുള്ള 2 പോയിന്റുകൾ എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? ഇഫ് ദ ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് ലെറ്റ് ഔട്ട് പീരീഡിലെ എക്സ്പെക്റ്റഡ് റെൻറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ ആ ആക്ച്വൽ റെൻറ്റ് തന്നെയാണ് ഗ്രോസ് ആനുവൽ വാല്യൂ. പക്ഷെ അതേസമയം ആക്ച്വൽ വാല്യൂ കുറേ കാലം വേക്കൻ്റായി കിടന്നതുകൊണ്ട് മാത്രം നമുക്ക് എക്സ്പെക്റ്റഡ് റെൻറ്റിനേക്കാൾ കുറയുകയാണെങ്കിൽ ആ കേസിലും അവിടുത്തെ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ആക്ച്വൽ റെൻറ്റ് തന്നെ ആയിരിക്കും. ഈ 2 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലംസ് ഒക്കെ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിന് മുന്നത്തെ വീഡിയോസ് കാണാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോസ് കൂടി ഒന്ന് കാണാം. കാരണം എപ്പോഴും പറയുന്ന പോലെ തന്നെ അതൊരു കണ്ടിന്യൂഷനായിട്ട് പോകുന്നൊരു കാര്യമാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു വീഡിയോ മാത്രം കണ്ടതുകൊണ്ട് നമുക്കത് ക്ലാരിറ്റി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മുന്നത്തെ വീഡിയോസ് കൂടി കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻകം ടാക്സ് നിങ്ങൾക്ക് ടഫാണ് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്